നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് ഖത്തറിലെ ബാങ്കിംഗ് മേഖലയ്ക്ക് 16 മുതൽ 18 വരെ അവധി പ്രഖ്യാപിച്ചു. ഖത്തർ സെൻട്രൽ ബാങ്കാണ് രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. 3 ദിവസത്തെ അവധിക്ക് ശേഷം 19 മുതൽ പ്രവർത്തനം പുനരാരംഭിക്കും. സർക്കാർ ഓഫീസുകൾക്ക് 16 മുതൽ 20 വരെയാണ് അവധി. ഗർഭിണിയായ തീർത്ഥാടക മക്കയിൽ ആൺകുഞ്ഞിന് ജന്മം നൽകി. മക്ക ഹെൽത്ത് ക്ലസ്റ്ററിന് കീഴിലുള്ള മെറ്റേണിറ്റി ആൻഡ് ചിൽഡ്രൻസ് ആശുപത്രിയിലാണ് നൈജീരിയക്കാരിയായ യുവതി കുഞ്ഞിന് ജന്മം നൽകിയത്. കുഞ്ഞിന് മുഹമ്മദ് എന്ന പേര് നൽകി. ഈ വർഷത്തെ ഹജ്ജ് സീസണിലെ തീർത്ഥാടകർക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരു തീർത്ഥാടക കുഞ്ഞിന് ജന്മം നൽകിയത്. മാസം തികയാതെയാണ് പ്രസവിച്ചതെങ്കിലും അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഹജ്ജിന് മുന്നോടിയായി സൗദി വാണിജ്യ മന്ത്രാലയം കടകളിൽ പരിശോധന ശക്തമാക്കി. ഏകദേശം 24,880 കടകളിൽ പരിശോധന നടത്തിയ മന്ത്രാലയ അധികൃതർ 1,259 നിയമലംഘനങ്ങളും കണ്ടെത്തി. ഹറം സെൻട്രൽ ഏരിയ, ഹറമൈൻ എക്സ്പ്രസ് ട്രെയിൻ സ്റ്റേഷൻ, വാണിജ്യ കേന്ദ്രങ്ങൾ, വിൽപ്പന കേന്ദ്രങ്ങൾ, സ്വർണ്ണാഭരണ മാർക്കറ്റുകൾ, സർവീസ് സെന്ററുകൾ, പെട്രോൾ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ വിവിധ സമയങ്ങളിലായി സന്ദർശിച്ചു. മദീനയിലെ പ്രവാചക പള്ളിക്ക് ചുറ്റുമുള്ള മാർക്കറ്റുകളിലും പരിശോധന നടത്തി. റിഫ ഹാജിയത്തിൽ പ്രവാസി മലയാളികൾ അടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്രിമിനൽ കോടതി. കക്കോടി ചെറിയകുളം സ്വദേശി കോയമ്പ്രത്ത് ബഷീർ ആയിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ മരിച്ചത്. സ്വദേശിയായ 28-കാരൻ പണം നൽകാതെ പോകാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇയാളെ പിന്തുടർന്ന ബഷീറിനെ കടയ്ക്ക് വെളിയിൽ വെച്ച് പ്രതി അടിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു ബഷീർ മരിച്ചത്. ബലിപെരുന്നാൾ പ്രമാണിച്ച് ദുബായിൽ സ്വകാര്യ സ്കൂളുകൾക്ക് ജൂൺ 15 മുതൽ 18 വരെ അവധി പ്രഖ്യാപിച്ചു. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഞായറാഴ്ച ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത്. 14 വെള്ളിയാഴ്ച അടക്കുന്ന സ്കൂൾ 19 ബുധനാഴ്ചയാണ് തുറക്കുക. UAEയിൽ പുകവലി നിരോധന നടപടിക്രമങ്ങൾ ലംഘിക്കുന്ന ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം. കമ്പനികൾക്കായി മന്ത്രാലയം പുകയിലരഹിത ജോലിസ്ഥല ഗൈഡ് പുറത്തിറക്കിയ സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശം. പുകയിലയെ പ്രതിരോധിക്കാനായി UAE 2009 15-ാം നമ്പർ ഫെഡറൽ നിയമം നടപ്പാക്കിയിട്ടുണ്ട്. ദമാം സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് 1 ടണ്ണിലേറെ പഴകിയ പച്ചക്കറികൾ പിടികൂടി. 1170 കിലോ കേടായതും കാലഹരണപ്പെട്ടതുമായ പച്ചക്കറികളും 1250 കിലോഗ്രാമിലധികം ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷ്യവസ്തുക്കളുമാണ് കണ്ടെത്തിയത്. കൃഷി, പരിസ്ഥിതി, ജല മന്ത്രാലയത്തിൻ്റെയും മാനവവിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെയായിരുന്നു പരിശോധന. ബഹ്റൈനിലെ ചരിത്ര പ്രസിദ്ധമായ സിയാദി മസ്ജിദ് വീണ്ടും തുറക്കുന്നു. ഈ ആഴ്ച ആദ്യമാണ് വീണ്ടും തുറക്കുന്നതായി അധികൃതർ പ്രഖ്യാപിച്ചത്. ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചറൽ ആൻറ്റിക്വിറ്റീസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ബഹ്റൈൻ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ മസ്ജിദ് വീണ്ടും തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബഹ്റൈനിലെ സക്കീറിലുണ്ടായ 2 അപകടങ്ങളിലായി 2 ബഹ്റൈനികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് ആദ്യ അപകടം സംഭവിച്ചത്. ഇതിൽ ഒരു ഏഷ്യക്കാരൻ മരിച്ചു. വാഹനം ഓടിച്ചിരുന്നയാളുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണം. 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് മറ്റൊരു അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 2 ബഹ്റൈനികളും മരിച്ചു. മറ്റൊരാൾ വാഹനം ഓടിച്ചിരുന്ന ലൈനിലേക്ക് നേർക്കുനേരെ വന്നാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. ഒമാനിലെ വിലായത് ബർക്കയിൽ പ്രവാസി കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 പേരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി. തെക്കൻ അൽബത്തിന ഗവണറ്റിൽ നിന്നുമാണ് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ 3 പ്രതികളും ഏഷ്യക്കാരാണെന്നും കൊല്ലപ്പെട്ടയാളും പ്രതികളും ഒരേ രാജ്യക്കാരാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.